ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജു ഇന്ന് അച്ഛന്റെ ഒപ്പം ഇല്ലായിരുന്നു. എന്താ മാഡം എന്നെ ഇങ്ങനെ സംശയിക്കുന്ന? ഞാൻ പിന്നെ എവിടെ പോവാനാ? ഞാൻ വർമ്മ സാറിന്റെ ഒപ്പമായിരുന്നു. എന്താ അമ്മേ? എടാ, ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? ശരി അമ്മേ. പെട്ടെന്ന് വരാന്നാണല്ലോ അമ്മ പറഞ്ഞത്. ഞാൻ പത്മയാ. അമ്മേ, അമ്മ എന്ത് ഈ വേഷത്തില്? ഇത് മറ്റാരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിട്ടാ. എന്താ രാജു പ്രശ്നം? ഞാൻ എത്ര ശ്രമിച്ചിട്ടും മാഡത്തിന് എന്നോടുള്ള പിണക്കം മാറുന്നില്ല. എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. രാജു, ദേ ആ തലതെറിച്ച ചെറുക്കൻ. അമ്മ വേഗം ബൈക്കിൽ കയറ്. വാ. എന്നാലും പറുതയിട്ട ആൾ ആരായിരിക്കും? കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. വളരെ കഷ്ടായിപ്പോയി. ആ പർദ്ദയിട്ട പെൺകുട്ടി ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. രാജു ഓരോ മിനിറ്റിലും എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക.
ഞാൻ കൃത്യസമയത്ത് അവിടെ ചെന്നു. എന്നെ കണ്ടതും അവനും അവളും കൂടി അവന്റെ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. അവനും അവളും കൂടിയോ എന്നുവെച്ചാ? അമ്മേ, അവനൊരു കാമുകിയുണ്ട്, അത് ഉറപ്പാ. നീ പറഞ്ഞു കാമുകി പറുതയായിട്ടിരിക്കുന്നെന്ന്. അതെ, അവള് പറുതയായിട്ടിരുന്നത്. എടാ മണ്ട, അതവന്റെ കാമുകിയൊന്നുമല്ല. ഞാൻ അവളെ ടെക്സ്റ്റൈൽസ് വെച്ച് കണ്ടതാ. അതെ, പത്മ തന്നെയാ, അതിൽ യാതൊരു സംശയവും വേണ്ട. ദേവള് ഉറഞ്ഞു തുള്ളി വരുന്നുണ്ട്. അവളുടെ വരവ് കണ്ട ഇന്ന് രാജുവായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കും. ശരിയല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ല, ആ പർദാക്കാരി അവന്റെ കാമുകി തന്നെയല്ലേ? എന്തായാലും ആ പണിയേറ്റു. ഇന്ന് അവൾ അവനെ പൊരിക്കും. എനിക്കതല്ലടാ പ്രശ്നം. ആ പത്മയെ അങ്ങനെ വെറുതെ വിടുന്നതേ നമുക്ക് ആപത്താ. അവളെ എത്രയും വേഗം പിടികൂടണം. അവര് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട്, എപ്പോ വേണമെങ്കിലും പിടികൂടാം. ഉം. സംശയം ഒരു മെന്റൽ ഡിസീസാ. അത് പിടികൂടിയാ ചികിത്സിക്കാൻ വലിയ പാടാ. രാജു ഇന്ന് പകല് എവിടെയായിരുന്നു? ആരോടൊപ്പമായിരുന്നു? ഞാൻ വർമ്മ സാറിന്റെ കൂടെ ആയിരുന്നു. ഇന്ന് പകലോ? അതെ, ഞാൻ സാറിന്റെ ഒപ്പം ഡ്യൂട്ടിയിലായിരുന്നു. രാജു പിന്നെ നാക്കെടുത്ത കള്ളമല്ലേ പറയൂ? കള്ളോ? അതെ, കള്ളം, പച്ച കള്ളം. രാജു ഇന്ന് അച്ഛന്റെ ഒപ്പം ഇല്ലായിരുന്നു. എന്താ മാഡം എന്നെ ഇങ്ങനെ സംശയിക്കുന്ന? ഞാൻ പിന്നെ എവിടെ പോവാനാ? ഞാൻ വർമ്മ സാറിന്റെ ഒപ്പമായിരുന്നു. എന്ത് സംഭവിച്ചാലും കള്ളം മാത്രം പറയരുതെന്നാ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന. ഈശ്വര, ഇതിപ്പോ ഞാൻ കള്ളം പറഞ്ഞു കൂട്ടുവാ. അമ്മയുടെ കൂടെ ആയിരുന്നു എന്നുള്ള സത്യം പറയാനും പറ്റില്ല.